USS ട്രെയിനിങ്ങിൻ്റെ 4ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐഡൻറ്റിഫൈ ദി ഗിവൺ സിമ്പൽ. ഇവിടെ ഒരു സിമ്പൽ തന്നിട്ടുണ്ട്, അതേതാണെന്ന് തിരിച്ചറിയുക. തന്നിരിക്കുന്ന ചിഹ്നം ഏതെന്ന് തിരിച്ചറിയുക. ഇലക്ട്രിക് സെൽ. The last solar eclipse of 2019 occurred on 2019 അവസാന സൂര്യഗ്രഹണം നടന്നത് എന്ന്. ഡിസംബർ 26. ഈ വർഷത്തെ 2020 നടക്കാൻ പോകുന്നത് ഡിസംബർ 14, അത് ഓർത്ത് വെച്ചോളുക. ഫുൾ ഫോം ഓഫ് ECG ഈസ് ഇലക്ട്രോകാർഡിയോഗ്രാം. ECGയുടെ പൂർണ്ണ രൂപം എഴുതുക. ഇലക്ട്രോകാർഡിയോഗ്രാം. ഫ്രം വിച്ച് ടാപ്പ് വിൽ ദ വാട്ടർ ഫ്ലോ വിത്ത് ഹൈ പ്രഷർ? താഴെ 3 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്, ABC എന്ന് പറഞ്ഞ ചിത്രങ്ങൾ. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രഷറിൽ വാട്ടർ ഫ്ലോ ഉണ്ടാകുന്നത് ഏതിലാണെന്നാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ടാപ്പിലൂടെയാണ് കൂടുതൽ പ്രഷറിൽ അല്ലെങ്കിൽ കൂടുതൽ മർദ്ദത്തിൽ വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത്? ഇവിടെ 3 ചിത്രങ്ങൾ നന്നായി നിരീക്ഷിക്കുക. അതിനകത്ത് വെള്ളത്തിൻ്റെ അളവ് ശ്രദ്ധിക്കുക. വെള്ളത്തിൻ്റെ അളവ് ഏറ്റവും കൂടുതൽ ഏതിലാണോ ഉള്ളത് ആ ടാപ്പിൽ കൂടെ വരുന്നതായിരിക്കും മർദ്ദം ഏറ്റവും കൂടിയത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ വെള്ളം ഏറ്റവും കൂടുതലുള്ളത് A എന്ന് പറയുന്നത് ബീക്കറിലാണ്. അതുകൊണ്ട് A എന്ന് പറയുന്ന പാത്രത്തിലെ ടാപ്പിൽ നിന്നും വരുന്ന വെള്ളത്തിനായിരിക്കും കൂടുതൽ പ്രഷർ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ ഉത്തരം ടാപ്പ് A. ദ ലാർജസ്റ്റ് പ്ലാനറ്റ് ഇൻ സോളാർ സിസ്റ്റം ജൂപ്പിറ്റർ. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? വ്യാഴം. An instrument working on the basis of expansion and contraction of liquids. ഒരു ദ്രാവകത്തിൻ്റെ സങ്കോച വികാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഉപകരണം ഏത്? തെർമോമീറ്റർ. Which method is used to produce superior quality plantlets by joining the stems of 2 plants of the same species? ഒരേ വർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ തണ്ടുകൾ പരസ്പരം ഒട്ടിച്ചു ചേർത്ത് ഗുണമേന്മയുള്ള സസ്യം ഉണ്ടാക്കുന്ന രീതി ഏതാണ്? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ലെയറിംഗ്, ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിംഗ്, സർപ്പൻറ്റിംഗ്. പതിവയ്ക്കൽ, കൊമ്പൊട്ടിക്കൽ, മുകുളമൊട്ടിക്കൽ, മണ്ണിലേക്ക് വളച്ചു വെച്ച് പതിക്കൽ. ഗ്രാഫ്റ്റിംഗ് ആണ് മെത്തേഡ്. കൊമ്പൊട്ടിക്കൽ. ദ ബ്രാഞ്ച് സെലക്റ്റഡ് ഫോർ ഗ്രാഫ്റ്റിംഗ് ഈസ് കോൾഡ്. പതിവയ്ക്കലിന് സെലക്ട് ചെയ്യുന്ന കൊമ്പിന് പറയുന്ന പേര് സയൻ. The formation of new plantlets from parts like roots, stem and leaf is called. സസ്യങ്ങളുടെ വേര്, തണ്ട്, ഇല തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും പുതിയ തൈച്ചെടികൾ ഉണ്ടാവുന്നത് ഏത് രീതിയിലൂടെയാണ്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, അതായത് കായിക പ്രജനനം. ഫൈൻഡ് ഔട്ട് ഓഡ് വൺ. ഒറ്റയാനെ കണ്ടെത്തുക. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, ഉജ്ജ്വല. ഇവിടെ കുറച്ച് പേരുകൾ തന്നിട്ടുണ്ട്. ഇത് 1ാമത്തെ യൂണിറ്റിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. വർഗസങ്കരണം വഴി മികച്ച വിത്തിനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതി, ഹൈബ്രിഡൈസേഷൻ വഴി, അല്ലേ? അപ്പോൾ ഇതിൽ നെല്ലിൻ്റെ ഇനങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ. ഉജ്ജ്വല എന്ന് പറയുന്നത് പച്ചമുളകിൻ്റെ ഇനമാണ്. അപ്പോൾ ഇവിടെ ഒറ്റയാൻ ഏതായിരിക്കും? ഉജ്ജ്വല. അപ്പോൾ ആൻസർ ഉജ്ജ്വല. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.